എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പ്രത്യേകതരം സാധനം ഉണ്ടാക്കുവാണ്. നമ്മളുടെ ചർമ്മത്തിന്, നമ്മുടെ തൊലികൾക്ക് അഴക് കൂടും. അങ്ങനത്തെ ഒരു സാധനം, ഒരു ചമ്മന്തിയാണെന്ന് അതിന് പറയപ്പെടുന്നത് കേട്ടോ. ഞാനൊരു സ്പെഷ്യൽ ചമ്മന്തിയായിട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം. എല്ലാവരും അതുപോലെ ഉണ്ടാക്കി കഴിക്കണം. നമ്മുടെ സ്കിന്നിന് ഭയങ്കര സുരക്ഷിതത്വം ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ചമ്മന്തി. ദേ, ഇഷ്ടമുള്ള എണ്ണ 1 ടേബിൾ സ്പൂണ് ഒഴിക്കുക. 2 സവാള എടുത്ത് തൊണ്ട് കളഞ്ഞതേ അരിഞ്ഞെടുത്തു. എന്നിട്ട് നമ്മളത് ഈ എണ്ണയിലോട്ടിട്ടു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പിടി ദേ കണ്ടോ, ഇതെന്താണെന്നറിയാമോ? മല്ലിയില, അതും ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഈ നല്ല എരിവ് വേണം. എരിവുള്ള പച്ചമുളക് 5-6 എണ്ണം ഉണ്ട് കേട്ടോ. അതിനെയും കൂടെ നമ്മൾ ഇതിനകത്തിട്ടിട്ട് ഇതിനെ 3-നെയും കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് വഴറ്റട്ടെ. എന്നിട്ട് ബാക്കി ചെയ്ത് കാണിച്ചു തരാം. 2 തക്കാളി ദേ ഈ വലുപ്പത്തിൽ അരിഞ്ഞെടുത്തു. അതിനെയും കൂടെ ദേ കണ്ടോ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴഞ്ഞ് കണ്ടോ. അതിനകത്ത് വഴറ്റിയതിന് ശേഷം നമുക്കിതും കൂടി ഇട്ട് ഒന്നുകൂടെ വഴറ്റാം. 1/2 ടീസ്പൂണ് ഉപ്പും കൂടെ നമുക്കിടാം. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് വഴറ്റിയെടുത്തിട്ടേ ഉപ്പ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. പാകത്തിനേ ഇടാവൂ കേട്ടോ. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തപ്പോൾ തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കേട്ടോ. ദേ കണ്ട, നല്ലതായിട്ട് വഴറ്റിയെടുത്തതിനെ നമ്മൾ കോരി ഒരു പാത്രത്തിലോട്ട് എടുക്കുക. ഗ്യാസ് അപ്പം തന്നെ ഓഫ് ചെയ്ത് കേട്ടോ. ഞാനൊരു ചെറിയ വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതേ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണമാണ് നമ്മുടെ സ്കിന്നിന്. അതുപോലെ തന്നെ ഇതുണ്ടാക്കിയ ചമ്മന്തി കഴിച്ചു കഴിഞ്ഞാൽ ആരും പറയത്തില്ല തേങ്ങ അരച്ച ചമ്മന്തി പോലെ ഇരിക്കും. വെള്ളരിക്കയുടെ തൊണ്ടും കളഞ്ഞു, അതിൻ്റെ ഉള്ളിലിരുന്ന് അരിയും കളഞ്ഞു. എന്നിട്ട് നമ്മളെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തു. അതെല്ലാം നമ്മൾ കോരിയെടുത്തതിന് ശേഷം വീണ്ടും ആ ചീനിച്ചട്ടി വെക്കുക. എന്നിട്ട് ചൂടാക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ വീണ്ടും ഒഴിക്കുക കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെള്ളരിക്ക ഉണ്ടല്ലോ, അതെ അരിഞ്ഞത്, അതിനെ നമ്മൾ ഈ ചൂടായ എണ്ണയിലോട്ട് ഇട്ടൊന്ന് 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. വെള്ളരിക്ക നമ്മളൊന്ന് വഴറ്റുമ്പോൾ ഉണ്ടല്ലോ, സിമ്മിൽ പോരാ, ഒന്ന് ഹൈയിലിട്ടാലേ 2 മിനിറ്റ് കൊണ്ട് ശരിയാക്കി കിട്ടും. വെള്ളരിക്ക മൂപ്പിക്കുമ്പം 2 മിനിറ്റ് കൂടുതൽ വെക്കരുത്. കാരണം ഒരുപാട് വഴറ്റിയാൽ അതിൻ്റെ ഗുണം അങ്ങ് കുറഞ്ഞു പോകും. കണ്ടോ, ഇങ്ങനെ ഇരിക്കണം. നമ്മൾ മിക്സിയുടെ ഒരു ജാറെടുത്തു. അത് കഴിഞ്ഞിട്ട് അതിനകത്തിലോട്ട് നമ്മൾ ആദ്യം വഴറ്റി വെച്ചല്ലോ തക്കാളിയും ഉള്ളിയൊക്കെ, അതിനെ അങ്ങോട്ട് ഇട്ടു. അതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ച വെള്ളരിക്ക അതും കൂടെ നമ്മൾ ആ ജാറിലിടുവാണ്. നമ്മളെ തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയത് കൊണ്ടേ പുളി ഓൾറെഡി നമുക്കുണ്ട്. എന്നാലും കുറച്ച് വാളം പുളി, ഒരു ചെറിയ നെല്ലിക്കയുടെ അത്ര എടുത്തിട്ട് അധികം വെള്ളം ചേർക്കാതെ കുഴച്ചെടുത്തു. കണ്ടോ, അതും കൂടെ ഒഴിക്കുക. കാരണം എന്താണെന്നറിയാമോ, ഇതിനകത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുതേ. ഓൾറെഡി വെള്ളരിക്ക അരയ്ക്കുമ്പോൾ അതിലൊരു വെള്ളമയം കിട്ടും. അതുമാത്രം മതി നമുക്ക്. നന്നായിട്ട് അരച്ചെടുത്ത് കണ്ടോ, ഞാൻ വെള്ളം തൊട്ടിട്ട് പോലുമില്ല കണ്ടോ. എന്നിട്ട് വെള്ളരി ഓൾറെഡി ഉണ്ടല്ലോ വെള്ളം, ആ വെള്ളമാണ് ഇത്, വെള്ളരിക്കായുടെ വെള്ളം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയൊരു പണിയും കൊണ്ടുണ്ട്, അതും കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പാത്രത്തിനകത്ത് ചമ്മന്തി വന്നെന്നും പറഞ്ഞ് തീർന്നു, ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതിനകത്ത് മെയിൻ ഒരു കാര്യവും കൂടെ ഉണ്ട് കേട്ടോ. ചീനിച്ചട്ടി വെച്ചു, ചൂടാക്കി. ആദ്യം നമ്മൾ 2 പ്രാവശ്യം 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂണ് എണ്ണയും കൂടെ മതി. എണ്ണ ചൂടായി. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും 1 ടീസ്പൂൺ കടുകും രണ്ടും കൂടെ ഒന്നിച്ചൊന്ന് മൊരിഞ്ഞോട്ടെ. ഉഴുന്നുപരിപ്പും കടുകും പൊട്ടി നല്ലപോലായി. അത് കഴിഞ്ഞപ്പം 3 വറ്റൽ മുളകുണ്ട്, അതിനെ ഒന്ന് നമുക്ക് മുറിച്ചിടാം. ഇപ്പം പറയാം കേട്ടോ. കുറച്ച് കറിവേപ്പില, മൊരിഞ്ഞ സാധനം ഇതിനകത്തിലോട്ടെടുത്ത് മിക്സ് ചെയ്യത്തേ ഉള്ളൂ കേട്ടോ. ഇതേ കണ്ടോ, നമ്മളെ മൂപ്പിച്ചതെല്ലാം കൂടിയിട്ടേ ഈ നമ്മുടെ ചമ്മന്തിക്കകത്തെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കാം കേട്ടോ. അങ്ങനെ നമ്മളുടെ ചമ്മന്തി റെഡിയായി. കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും തേങ്ങാ ചമ്മന്തിയാണെന്ന്. പക്ഷെ തേങ്ങ തൊട്ടിട്ട് പോലുമില്ല.
വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്ന് തോന്നും, വെള്ളവും തൊട്ടിട്ടില്ല. അങ്ങനെ എല്ലാവരും ഇതുണ്ടാക്കി കഴിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. സത്യം പറഞ്ഞാൽ വെള്ളരിക്ക നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണം ചെയ്യുന്ന സാധനമാണ്. എന്നും ഉണ്ടാക്കി കഴിക്കണം.